നമസ്കാരം, എവർക്കും എഡിക്യോഗയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയ എക്സാമുകൾക്ക് ആവശ്യമായ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ഫാക്റ്റുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2ഉം 4ഉം 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ 1ഉം 3ഉം ബന്ധമുള്ളതാണ്. അത് വായിക്കാം. 1949 ഇത് സ്ഥാപിതമായത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ഇത് രണ്ടും ശരിയാണേ. തെറ്റായിട്ടുള്ളത് നിങ്ങൾ വായിക്കണ്ട, കൺഫ്യൂഷൻ വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1949 ഇത് സ്ഥാപിതമായത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പം നമുക്കിതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അഡീഷണൽ ഫാക്റ്റും കൂടെ നോക്കാം. ശീതകാല സമരത്തെ രൂപം കൊണ്ട സൈനിക സഖ്യങ്ങളാണ് നാറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്ട്. ഏതൊക്കെയാണ്? നാറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ പാക്ട് അല്ലെങ്കിൽ വാഴ്സാ ഉടമ്പടി. ശീതകാല സമരത്ത് രൂപം കൊണ്ട സൈനിക സഖ്യങ്ങളാണ് നാറ്റോ, സീറ്റോ, സെൻറ്റോ, വാഴ്സാ ഉടമ്പടി. നാറ്റോ, സീറ്റോ, സെൻറ്റോ ഇവ മൂന്നും രൂപീകരിച്ചത് അമേരിക്കയും സഖ്യശക്തികളും ചേർന്നിട്ടാണ്. നാറ്റോ, സീറ്റോ, സെൻറ്റോ ഇവ മൂന്നും രൂപീകരിച്ചത്. ഈ വാഴ്സാ ഉടമ്പടി രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയനും സഖ്യശക്തികളും ചേർന്നിട്ടാണ്. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വാഴ്സാ ഉടമ്പടി രൂപീകരിച്ചത്. സോവിയറ്റ് യൂണിയനും സഖ്യശക്തികളും ചേർന്നിട്ട്. നാറ്റോ രൂപീകരിച്ച വർഷം 1949. സീറ്റോ രൂപീകരിച്ചത് 1954. സെൻറ്റോ രൂപീകരിച്ചത് 1955. വാഴ്സാ ഉടമ്പടി നിലവിൽ വന്നത് 1955. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വാഴ്സാ ഉടമ്പടി നിലവിൽ വന്നത്. അപ്പം നാറ്റോ രൂപീകരിച്ചത് 1949. 1949 ഏപ്രിൽ 4 ഏപ്രിൽ 4. ഇതിൽ സീറ്റോ, സെൻറ്റോ എന്നിവ നിലവിൽ പ്രവർത്തിക്കുന്നില്ല. സീറ്റോയും സെൻറ്റോയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. വാഴ്സാ പാക്ട് അല്ലെങ്കിൽ വാഴ്സാ ഉടമ്പടി 1991 കൂടി അവസാനിച്ചു. ഈ ഉടമ്പടി വാഴ്സാ ഉടമ്പടിയും 1991 കൂടി അവസാനിച്ചു. അപ്പം നിലവിൽ പ്രവർത്തിക്കുന്നത് നാറ്റോ മാത്രമാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതായത് നാറ്റോയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ മലയാളം വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി. സീറ്റോയുടെ ഫുൾ ഫോം എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. ഒന്നുകൂടെ പറയാം. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, അതാണ് സീറ്റോ. സീറ്റോയുടെ ഫുൾ ഫോം. സെൻറ്റോയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാറ്റോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്കയും സഖ്യശക്തികളും ചേർന്നിട്ടാണ് നാറ്റോ രൂപീകരിച്ചത്. രൂപീകരിച്ച വർഷം ഏതാണ്? 1949 ഏപ്രിൽ 4. ഇതിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ബ്രസൽസ് ബെൽജിയം. ഈ നാറ്റോ 75 വർഷം പൂർത്തീകരിച്ചത് ഏത് വർഷമാണ്? 75ാം വാർഷികം ആഘോഷിച്ചത് 2024. 2024. അതുകൊണ്ട് 2024 നടന്ന മിക്ക എക്സാമുകൾക്കും നാറ്റോയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നേ. 2024 നാറ്റോ 75 വർഷം പൂർത്തീകരിച്ചത്. 2024 ഏപ്രിൽ 4. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2024 LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പഠിച്ചിട്ട് വേണം അടുത്ത എക്സാമുകൾക്ക് പോകാനായിട്ട്. 2024 ഏപ്രിൽ 4 നാറ്റോ 75 വർഷം പൂർത്തീകരിച്ചത്. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡനാണ്. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം. 32ാമത്തെ അംഗരാജ്യമാണ് സ്വീഡൻ. അപ്പോൾ 31ാമത്തെ അംഗരാജ്യം ഏതാണ്? ഫിൻലാൻഡാണ് 31ാമത്തെ അംഗരാജ്യം. നാറ്റോയിൽ നിലവിൽ 32 അംഗരാജ്യങ്ങളാണുള്ളത്. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ, 31ാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ്. നാറ്റോ രൂപീകരിച്ച സമയത്ത് 12 അംഗരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 12 അംഗരാജ്യങ്ങൾ.
നാറ്റോ രൂപീകരിച്ച സമയത്ത് എത്ര അംഗരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 12 അംഗരാജ്യങ്ങൾ. നിലവിൽ 32 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. രൂപീകരിച്ച ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുക. 1949 ഏപ്രിൽ 4. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ്. 2024 75-ാം വാർഷികം ആഘോഷിച്ചത്. 32ാമത്തെ അംഗരാജ്യം സ്വീഡനാണ് ലാസ്റ്റ് അംഗമായ രാജ്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 3. ഇത് തെറ്റാണേ. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് റോബിസ്പിയർ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്നു. ഏപ്രിൽ തീസിസ് ലെനിനുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് മാവോ സേ തുങ് ആണ്. അപ്പോൾ ഇത് 3 കറക്റ്റായിട്ടുള്ളതാണ്. സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത് ആരാണ്? അത് വോൾട്ടേർ അല്ല, മൊണ്ടസ്ക്യൂ ആണേ. മൊണ്ടസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ എഴുതിയത്. ഈ വോൾട്ടേറിൻ്റെ ഒരു ബുക്കാണ് ക്യാൻഡിഡ് എന്ന ബുക്ക് രചിച്ചത് വോൾട്ടേർ ആണ്. മൊണ്ടസ്ക്യൂവിൻ്റെ ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ലോ. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വച്ചേക്കണം. വോൾട്ടേറിൻ്റെ ബുക്ക് ക്യാൻഡിഡ്, സ്പിരിറ്റ് ഓഫ് ലോ രചിച്ചത് മൊണ്ടസ്ക്യൂ. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് റോബിസ്പിയർ ആണ്. നമ്മൾ പറഞ്ഞു ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് മാവോ സേ തുങ് ആണ്. ഏത് വർഷമാണ്? 1934. 1934 മാവോ സേ തുങ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 7, 8, 9 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഫ്രാൻസിലെ രാജാക്കന്മാർ ലൂയി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലൂയി. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോയാണേ. അതായത് പ്രവാചകന്മാർക്ക് നമ്മൾ റോസാപ്പൂ കൊടുത്ത് നോക്കുക. പ്രവാചകന്മാർക്ക് റോസാപ്പൂ കൊടുത്തു. റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? റൂസോ. ഈ റൂസോയുടെ ഒരു ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ആരാണ് എഴുതിയത്? റൂസോയുടെ ബുക്കാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ ഒരു കൃതിയാണ് എമിലി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ രചിച്ച ഒരു കൃതിയാണ് എമിലി. അപ്പോൾ എമിലി എഴുതിയത് ആരാണ്? റൂസോ. റഷ്യൻ വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? റഷ്യൻ വിപ്ലവം നടന്നത് 1917. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിച്ചത് റഷ്യൻ വിപ്ലവത്തോടു കൂടിയാണ്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാനിടയായ വിപ്ലവം ഏതാണ്? റഷ്യൻ വിപ്ലവം. നടന്ന വർഷം 1917. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789. അത് 7, 8, 9 എന്ന് ഓർത്താൽ മതി. ഫ്രഞ്ച് വിപ്ലവം 7, 8, 9. റഷ്യൻ വിപ്ലവം നടന്നത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടാണ്. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാനിടയായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ്. നടന്ന വർഷം 1905 ജനുവരി 9. ബ്ലഡി സൺഡേ നടന്നത് ഏത് ഡേറ്റിലാണ്? 1905 ജനുവരി 9. റഷ്യൻ വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്?
റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പി ആരാണ്? ലെനിനാണേ. റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പി, പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ ലെനിനാണ് എഴുതേണ്ടത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പി, പിതാവ് എന്നറിയപ്പെടുന്നത് ലെനിനാണ്. ഈ ലെനിനാണ് ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത്. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ആരാണ്? ലെനിൻ. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ലെനിനാണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാനിടയായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രക്തരൂക്ഷിതമായ ഞായറാഴ്ച നടന്നത് 1905 ജനുവരി 9. റഷ്യൻ വിപ്ലവത്തിൻ്റെ ശില്പി അല്ലെങ്കിൽ പിതാവ് ലെനിനാണ്. ലെനിൻ്റെ ഒരു സേനയാണ് ചുവപ്പ് കാവൽ സേന. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ലെനിനാണ്. ചൈനീസ് വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? ചൈനീസ് വിപ്ലവം നടന്നത് 1911. 1911 ചൈനീസ് വിപ്ലവം നടന്നത്. ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ ചേർന്ന് നടത്തിയ ഒരു കലാപമാണ് ബോക്സർ കലാപം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് നടന്നതെന്ന് PSC എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ബോക്സർ കലാപം നടന്നത് 1900. 1900 ബോക്സർ കലാപം നടന്നത്. എന്തുകൊണ്ടാണ് ഈ കലാപത്തിനെ ബോക്സർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത്? ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇതിൻ്റെ ഒരു സിമ്പൽ. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ കലാപം എന്ന് വിശേഷിപ്പിച്ചത്. ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത് ആരാണ്? ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത് സൺ യാട്സൻ ആണ് ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത്. 1911 ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത്. ഇത് പിന്നീട് കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി. 1912 മുതലാണ് കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ചൈനീസ് റെവല്യൂഷണറി ലീഗ് 1912 മുതൽ കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ സൺ യാട്സൻ ആണ് ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത്. സൺ യാട്സന്റെ 3 ആശയങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത ഇത് 3 സൺ യാട്സന്റെ ആശയങ്ങളാണ്. അപ്പം ജസോദേ എന്ന് ഓർത്താൽ മതിയേ. ജസോദേ എന്ന് ഓർത്തിരിക്കുക. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത ഇത് സൺ യാട്സന്റെ 3 ആശയങ്ങളാണ്. 3 ആശയങ്ങൾ. ചുവപ്പ് സേന രൂപീകരിച്ചത് ആരാണ്? ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ് ആണ് ചുവപ്പ് സേന രൂപീകരിച്ചത്. ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ലെനിനാണ്. ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സേ തുങ് ആണ്. ചുവപ്പ് കാവൽ സേനയാണെങ്കിൽ അത് ലെനിനാണ്. ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സേ തുങ്. മാറിപ്പോവരുത്. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ഏതാണ്? ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം ചൈനീസ് റിപ്പബ്ലിക് നിലയിൽ വന്നത് 1912 ജനുവരി 1. 1912 ജനുവരി 1 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത്. ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് ഏത് വർഷമാണ്? ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം 1949 ഒക്ടോബർ 1. 1949 ഒക്ടോബർ 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആയത്. രണ്ടും രണ്ടാണ്. ചൈനീസ് റിപ്പബ്ലിക് നിലയിൽ വന്നത് 1912 ജനുവരി 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1 ഈ ജനകീയ എന്ന വാക്കുകൊണ്ടൊന്ന് നോക്കണം. ജനകീയ റിപ്പബ്ലിക് ആയതാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ 1949 ഒക്ടോബർ 1 ഉത്തരവായിട്ട് എഴുതേണ്ടത്. ഈ ചൈനീസ് റിപ്പബ്ലിക് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1912 ജനുവരി 1 ഡേറ്റ് എഴുതേണ്ടത്. ചൈനീസ് വിപ്ലവത്തിൻ്റെ ആത്മീയ നേതാവ് ആരാണ്? സൺ യാട്സൻ ആണ്. ആത്മീയ നേതാവ്, ചൈനീസ് വിപ്ലവത്തിൻ്റെ ആത്മീയ നേതാവ്. ചൈനീസ് വിപ്ലവത്തിൻ്റെ ആത്മീയ നേതാവ് ആരാണ്? സൺ യാട്സൻ.
ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ചൈനീസ് വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? 1911 ചൈനീസ് വിപ്ലവം നടന്നത്. ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ ചേർന്ന് നടത്തിയ കലാപമാണ് ബോക്സർ കലാപം. ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ ചേർന്ന് നടത്തിയ കലാപമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്നത് 1900 ചൈനീസ് റെവല്യൂഷണറി ലീഗ് രൂപീകരിച്ചത് സൺയാട്സനാണ് 1911. ഇതാണ് പിന്നീട് കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കുമിന്താങ് പാർട്ടി എന്നറിയപ്പെടാൻ തുടങ്ങിയത് 1912 മുതലാണ്. സൺയാട്സന്റെ 3 ആശയങ്ങളാണ് ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. സൺയാട്സന്റെ 3 ആശയങ്ങളാണ് ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ചൈനീസ് വിപ്ലവത്തിന്റെ ആത്മീയ നേതാവാരാണ്? സൺയാട്സൻ. ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോ സേ തുങ് ആണ്. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് 1912 ജനുവരി 1 ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? 1688. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. ബ്രിട്ടൻ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രിട്ടൻ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് മെർക്കന്റിലിസം എന്ന പേരിലാണ്. മെർക്കന്റിലിസം. ബ്രിട്ടൻ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റിലിസം. 13 കോളനികളാണ് ബ്രിട്ടൻ അമേരിക്കയിൽ സ്ഥാപിച്ചത്. 13 കോളനികൾ. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? അമേരിക്കയുടെ ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ്? അത് ഇന്ത്യയുടെയാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. എന്നാൽ ഏറ്റവും ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. ഈ അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.